ഒരുവനുമെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും ഒരുവനുമെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും മായം ചേരാതെ നിൻ തിരുവചനം പാഠം ചെയ്യുവാൻ വാഞ്ചിക്കുന്നു മായം ചേരാതെ നിൻ തിരുവചനം പാഠം ചെയ്യുവാൻ വാഞ്ചിക്കുന്നു കനിവിൻ കടലേ എന്നോടൻ പരിശുദ്ധാത്മാവേ നീ പകരുകയധികം കനിവിൻ കടലേ എന്നോടൻ പരിശുദ്ധാത്മാവേ നീ പകരുകയധികം പ്രിയനൊരുവനുമെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും. Amen. 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 Beyond all the learnings, okay, of human culture and society. മനുഷ്യ സംസ്കാരത്തിലുള്ള ഔപചാരികമായ വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് നാം വളരണം. Allow me to humbly give an example here. ഞാനൊരു ഉദാഹരണം നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. See, I've never worked in a corporate world. ഞാൻ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് സംസ്കാരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടില്ല. I only taught engineering in a college and that's all. ഞാൻ ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിരുന്നു എന്നതല്ലാതെ ഒരു മുതലാളിത്ത സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. But God takes me today into a corporate world as a pastor. എന്നാൽ ഒരു കർത്താവിന്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ മുതലാളിത്ത സംസ്കാരത്തിൽപ്പെട്ട സ്ഥാപനങ്ങളിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. So for example, the richest man in Singapore invites me down to journey with his top directors. സിംഗപ്പൂരിലെ ഏറ്റവും ധനികനായിരിക്കുന്ന ഒരു മുതലാളി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ഡയറക്ടേഴ്സിനോട് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. And then when I'm taken down to journey with them, I'm not introduced as a pastor. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു പാസ്റ്റർ എന്ന നിലയിൽ മാത്രമല്ല, simply as a corporate coach and a mentor and a trainer of CEOs of companies. ഒരു മുതലാളിത്ത സംസ്കാരത്തിൽ പെടുന്ന സ്ഥാപനങ്ങളിൽ പരിശീലിപ്പിക്കാനുള്ള യോഗ്യതയുള്ള ഒരാളെന്ന നിലയിലൂടെയാണ് ഞാൻ അവിടെ ചെല്ലാറുള്ളത്. Say, where do I get all these understandings and learnings from? ഈ തരത്തിലുള്ള ജ്ഞാനം എനിക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? It is beyond the books of the world. ഇത് ഈ ലോകത്തിന്റെ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല. It is from this book, my friends, the word of the living God. ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. Because when we turn to God first, God will give us insights and wisdom beyond human learnings. നാം ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രമേയമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും. That's what God wants to do for every one of us. അതുതന്നെയാണ് നാം എല്ലാവരും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. Amen. Amen. A competency that can go beyond that of human understanding and learning. മനുഷ്യന്റെ യുക്തിക്ക് അപ്പുറമായിരിക്കുന്ന കാര്യക്ഷമതയിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. And that's how, friends, that the three friends of Daniel together with him is able to rise up for the challenge. അതുകൊണ്ട് ബാബിലോണിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ ദാനിയേലിനും സുഹൃത്തുക്കൾക്കും അങ്ങനെയാണ് സാധിച്ചത്. That they are clear as to who they are and therefore they draw the line. അവർ തങ്ങൾ ആരാണ് എന്നറിയാമെന്നതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അവരെ വേർതിരിക്കുന്ന കൃത്യമായ അതിർത്തികൾ അവർ വരച്ചിരുന്നു. But they are also competent because they know competency comes from the living God. എന്നാൽ അതിന്റെ അർത്ഥം അവർ യോഗ്യതയില്ലാത്തവരാണ് എന്നതല്ല, അവരുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് വരുന്നത്. And friends, you notice it is a king himself who examined all of them. അവരെ പരിശോധിക്കുന്നത് രാജാവ് നേരിട്ടാണ്. It is not left to the experts, as it were. ഏതെങ്കിലും മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരല്ല, രാജാവ് നേരിട്ടാണ് അത് ചെയ്തത്. And the king himself examined it and found us so much better than all the rest. രാജാവ് നേരിട്ട് പരിശോധിച്ചപ്പോൾ മറ്റുള്ളവരെക്കാൾ ഏറെ യോഗ്യതയുള്ളവരും കാര്യപ്രാപ്തിയുമുള്ളവരായി അവർ കാണപ്പെട്ടു. It shows that King Nebuchadnezzar is a brilliant man. നെബൂഖദ്നേസർ രാജാവ് അതിസമർത്ഥനായ ഒരാളാണ്. Normally, you see, friends, in testing the expertise of people, we leave it to experts to test these people, isn't it? സാധാരണ അങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്നത് ഓരോ മേഖലയിലും പ്രത്യേകമായ സവിശേഷമായ വ്യുൽപ്പത്തിയുള്ളവരാണ്. But not for King Nebuchadnezzar himself. എന്നാൽ ഇവിടെ നെബൂഖദ്നേസർ രാജാവ് നേരിട്ടാണ് അത് He ചെയ്യുന്നത്. took upon that responsibility, right, to test them. അവരെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം രാജാവ് സ്വയം ഏറ്റെടുക്കുന്നു. That shows how brilliant actually King Nebuchadnezzar is. അത് സൂചിപ്പിക്കുന്നത് രാജാവിന്റെ പ്രാഗൽഭ്യത്തെയാണ്. And they checked it out and they found that indeed for Daniel and three friends there is real clarity but also competency.
അവർ വ്യക്തതയുള്ളവരും ഉത്തമ ബോധ്യമുള്ളവരും അതിലുപരി കാര്യപ്രാപ്തിയുള്ളവരുമായി കാണപ്പെട്ടു. And I trust, my friends, this should be what you and I should be out there in the workplace and wherever God has put us in. ദൈവം നമ്മളെ ആക്കി വെക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെ കാണപ്പെടണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് We ആഗ്രഹിക്കുന്നത്. must be firstly clear as to who we are, the people of God. ദൈവജനമെന്ന നിലയിൽ നാം ആരാണ് എന്നതിനെക്കുറിച്ച് ചില ഉത്തമമായ ബോധ്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. But secondly, friends, we ought to be competent, ought to be outstanding whatever we do. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സവിശേഷതയുള്ളവരും പ്രാപ്തിയുള്ളവരുമായിരിക്കണം. Because that's how influence and impact comes. അപ്പോഴാണ് നമുക്ക് സ്വാധീനവും മാറ്റവും ചെലുത്താൻ കഴിയുക. Not only firstly, friends, there's a challenge that they face. അവർ നേരിടുന്ന വെല്ലുവിളികളും അങ്ങനത്തേതായിരുന്നു. But secondly, friends, there are also critics who have come alongside to find problems with people around us. എന്നാൽ ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ചില എതിരാളികളും അവിടെ ഉണ്ടായതായി നാം കാണുന്നു. And so we notice, friends, here are critics trying to find fault with Daniel himself. ഇവിടെ ചില വിമർശകരാണ് ഇപ്പോൾ ദാവീദിനും കൂട്ടർക്കും ദാനിയേലിനും കൂട്ടർക്കും എതിരായി വരുന്നത്. And this record for us in Daniel chapter 6 verses 5 to 9. ഇതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലാണ്. How these people around Daniel trying to find fault with him. ഈ വിമർശകരെ ഈ ദാനിയേലിലും കൂട്ടുകാരിലും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ അവിടെ നാം വായിക്കുന്നു. Finally, this man said, "We will never find any basis for charges against this man Daniel, unless it has something to do with the law of his God." So the administrators and the satraps went as a group to the king and said, "O King Darius, live forever." The royal administrators, prefects, satraps, advisors, and governors have all agreed that the king should issue an edict and enforce a decree that anyone who prays to any god or man during the next 30 days, except to you, O king, shall be thrown into the lion's den. Now, O king, issue the decree and put it in writing, so that it cannot be altered in accordance with the laws of the Medes and the Persians, which cannot be repealed. So King Darius put the decree in writing. 6-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചത് എന്തെന്നാൽ, ദാരിയാവേശ് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്ന് ഒരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാരിയാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. So you can see, friends, people around Daniel gang together to try to find fault with him. ദാനിയേലിനും സുഹൃത്തുക്കളുടെയും ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ സംഘം ചേർന്ന് അവരിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. Sometimes likewise in our place of work or responsibility, we find that people trying to find fault with us. നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്കും പരിചയമുണ്ടാകാം. What must we do? അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? What should we do? എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? And this way, friends, we can learn from Daniel himself again. അതിന് നമുക്ക് സഹായകരമാകുന്ന ചില സൂചനകൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നു. What is needed, friends, is first the character of our life. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടിയത് സ്വഭാവ ഗുണമാണ്. Because verses 3 and 4, this is what it says to us from Daniel chapter 6. 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Now Daniel so distinguished himself among the administrators and the satraps for his exceptional qualities that the king planned to set him over the whole kingdom. At this, the administrators and the satraps tried to find grounds for charges against Daniel in his conduct of government affairs, but they were unable to do so. They could find no corruption in him because he was trustworthy and neither corrupt nor negligent. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട്
ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. So we see here, friends, Daniel indeed is a man of great wonderful integrity and also faultless. ദാനിയേൽ കളങ്കമില്ലാത്തവനും വിശ്വസ്തനുമായിരുന്നു. He is trustworthy and absolutely responsible. അവൻ ഉത്തരവാദിത്വ ബോധമുള്ളവനും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനുമായിരുന്നു. And that's what, friends, you and I ought to be wherever God has put us in. ദൈവം നമ്മളെ ആക്കുന്ന സാഹചര്യങ്ങളിൽ നാമും അങ്ങനെ തന്നെ ആയിരിക്കണം. Whether in our place of work, നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ, or in our school, college, or university, നമ്മുടെ സ്കൂളുകളിലോ കലാലയങ്ങളിലോ, or in our neighborhood or our home, നമ്മുടെ വീട്ടിലോ അയൽപക്കത്തോ, we must prove ourselves to be absolutely trustworthy indeed. നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. Now, it does not mean, friends, that we are perfect. അതിന്റെ അർത്ഥം നാം പൂർണ്ണരായിരിക്കണം എന്നല്ല. Now, we acknowledge that we are not perfect, isn't it? നമുക്കറിയാം നാം ആരും പൂർണ്ണരല്ല. Amen. ആമേൻ. And this is where I say to pastors as well when I speak to them. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. Much as we desire to walk right all the time before God and before men, മനുഷ്യരുടെ മുൻപാകെയും ദൈവത്തിന്റെ മുൻപാകെയും നാം നീതിയായി ജീവിക്കണം. sometimes we make mistakes, unfortunately. ചില സന്ദർഭങ്ങളിൽ നിർഭാഗ്യവശാൽ നമുക്ക് തെറ്റുകൾ പറ്റാം. And I said our church members don't expect us to be perfect. ദൈവജനം അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ആളുകൾ നമ്മളെ പൂർണ്ണതയുള്ളവരായി കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. But they expect us to be authentic. എന്നാൽ നമ്മിൽ സവിശേഷമായ ആധികാരികത ഉണ്ടാകണമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നു. Which is when we do wrong, come before church members or whatever and confess and ask for forgiveness. അതുകൊണ്ട് തന്നെ ആ ആധികാരികത നേടിയെടുക്കാനുള്ള മാർഗം തെറ്റുപറ്റുമ്പോൾ അത് പരസ്യമായി സമ്മതിക്കുക എന്നുള്ളതാണ്. Because then the respect of the church members for us will go even higher and not the other way around. തെറ്റ് സമ്മതിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള മതിപ്പും ബഹുമാനവും ഒരിക്കലും കുറയുകയില്ല, മറിച്ച് വർദ്ധിക്കുകയുള്ളൂ. Our church members don't expect us to be perfect, but they expect us to be authentic. നമ്മുടെ സഹവിശ്വാസികൾ നമ്മളെ പൂർണ്ണതയുള്ളവരായിട്ടല്ല ആധികാരികതയുള്ളവരായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. But sometimes in the midst of demands of all the responsibilities, we forget who we are even as a pastor. ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഞാൻ ആരാണ് എന്ന് മറന്നു പോകാം. It reminds me of the story of this young man. ഇത് എന്നെ ഒരു ചെറുപ്പക്കാരന്റെ കഥ ഓർമ്മപ്പെടുത്തുന്നു. One early morning, the mother wakes him up and says, "Son, get up quickly." ഒരു ദിവസം രാവിലെ ഒരു അമ്മ തന്റെ മകനോട് പ്രഭാതത്തിൽ പറയുന്നു, മോനെ എഴുന്നേൽക്ക്. And the young man said, "Mom, I have no mood, no desire want to get up." എനിക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല അമ്മേ. But the mother said, "No, you must get up quickly." എന്നാൽ അമ്മ പറഞ്ഞു, നീ ഉടനെ എഴുന്നേൽക്കണം. Finally, the young man said to the mother, "Give me 2 reasons why I must get up." അപ്പോൾ ഈ മകൻ അമ്മയോട് പറയാണ്, ഞാൻ എന്തുകൊണ്ട് ഇപ്പം എഴുന്നേൽക്കണമെന്നതിന് 2 കാരണങ്ങൾ പറഞ്ഞു തരാമോ? Well, said the mother, firstly to the son, firstly today it is Sunday. ഒന്നാമത് ഇത് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് നീ എഴുന്നേൽക്കണം. Secondly, because you are the pastor of the church or archon of the church. രണ്ടാമത്തെ കാരണം, നീ ഈ പള്ളിയിലെ അച്ഛനാണ്, അതുകൊണ്ട് എഴുന്നേൽക്കണം. That you have forgotten your responsibility. നീ നിന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകരുത്. That on Sunday morning as archon we must all get up and do our work and respond in our churches, isn't it? വൈദികരെന്ന നിലയിൽ ഞായറാഴ്ച രാവിലെ ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. But sometimes, friends, when we forget, we need to ask for forgiveness, okay, and put right again. എന്നാൽ അങ്ങനെ കഴിയാതെ വരുമ്പോൾ ക്ഷമ ചോദിക്കുകയും വീണ്ടും നന്നായി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. What is important, friends, is first the whole area character. ഏറ്റവും പ്രധാനപ്പെട്ടത് സവിശേഷ ഗുണങ്ങളാണ്. Maintain a character of righteousness, okay, against the critics who may want to find fault with us. നമ്മെ വിമർശിക്കുന്നവരോട് നീതിയിൽ അധിഷ്ഠിതമായ ഒരു സ്വഭാവ ഗുണത്തെ നാം പ്രദർശിപ്പിക്കണം. The second area is the need for courage. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നെഞ്ചുറപ്പാണ് അഥവാ മനോബലമാണ്. So you notice in the life of Daniel like this in verse 10 of chapter 6. ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദാനിയേലിന്റെയും കൂട്ടരുടെയും മനോബലത്തിന്റെ സൂചനകൾ നാം വായിക്കുന്നു. Now when Daniel learned that the decree had been published, he went home to his upstairs room where the windows opened towards Jerusalem. 3 times a day he got down on his knees and prayed, giving thanks to God just as he had done before. 10-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി
തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. See, there's an edict that has been passed. No one can pray to any other god except to Nebuchadnezzar and his god for the next 30 days. എന്നാൽ കൽപ്പന പ്രകാരം അടുത്ത 30 ദിവസം നെബൂഖദ്നേസർ രാജാവിനെ അല്ലാതെ മറ്റാരെയും ആരാധിച്ചുകൂടാ. That if anyone would have prayed to any other god except Nebuchadnezzar and his gods, these people will be thrown to the lions. അങ്ങനെ മറിച്ച് രാജാവിൻ്റെ കൽപ്പന എതിർത്ത് എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെ ആരാധിച്ചാൽ അവരെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളയും. And having known the edict, and in spite of the edict, you notice, friends, Daniel just went on and pray as usual. എന്നാൽ രാജശാസനകളെ തെല്ലും ഗൗരവമായി എടുക്കാത്ത താൻ പതിവ് പോലെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. Friends, it requires great courage to take a stand like this. ഇങ്ങനെ ഒരു നിലപാടെടുക്കണമെങ്കിൽ അപാരമായ നെഞ്ചുറപ്പ് വേണം. Because your life is at stake. കാരണം ജീവിതം ഒരു പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ്. And that Daniel is courageous to take a stand for the living God. എന്നാൽ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കാനുള്ള ആർജവം ഇവിടെ ദാനിയേലും കൂട്ടരും കാണിക്കുന്നു. And likewise, my friends, can I say, in all our places of responsibilities, നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭൂമികകളിൽ when we are faced with a challenge, there is the need for us to take a stand, because without a stand, we will never make a difference at all. അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം ഒരു നിലപാടെടുത്തില്ലെങ്കിൽ നിലപാടുകൾ എടുക്കാതെ പിന്നെ എങ്ങനെയാണ് നാം സമൂഹത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുക? But this requires courage, and great courage. എന്നാൽ അതിന് അപാരമായ മനോബലം വേണം. And it can cost sometimes our jobs. അത് ചില സമയത്ത് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി എന്ന് വരാം. Sometimes it can cost our life. അത് ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായി എന്ന് വരാം. At other times it may cost our promotion. ചിലപ്പോൾ അത് നമ്മുടെ സ്ഥാനക്കയറ്റത്തെ ബാധിച്ചു എന്ന് വരാം. But you notice, friends, Daniel was undeterred in spite of the edict. എന്നാൽ രാജശാസനകൾക്കൊന്നും ദാവീദിന്റെ ശീലങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല. And there's one more reason why Daniel is so courageous in this regard. എന്നാൽ ദാനിയേൽ ഇത്രമാത്രം നെഞ്ചുറപ്പുള്ളവനായിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. To make a difference, not only Daniel's character is outstanding. ദാനിയേലിന്റെ വ്യക്തിത്വവും ദാനിയേലിന്റെ ധൈര്യവും ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. Not only, secondly, he's courageous. ദാനിയേൽ ധീരനായിരുന്നു. But thirdly, he is confident. ദാനിയേൽ ആത്മവിശ്വാസമുള്ളവനായിരുന്നു. Because his confidence is shown in verse 11 of Daniel chapter 6. ദാനിയേലിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Then these men went as a group and found Daniel praying and asking God for help. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. Friends, you can see here that Daniel's confidence is in God. ദാനിയേലിന്റെ വിശ്വാസം ദൈവത്തിലാണ്. It is not in himself and all that he has done. അത് തന്നിലോ താൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോ അല്ല. And this is what, friends, you and I need to come to really at the end of it all. ഇതാ ഇങ്ങനെ ഒരു സവിശേഷമായ ഗുണമാണ് നമുക്കും ഉണ്ടാകേണ്ടത്. That faced with a challenge, വെല്ലുവിളികളെ നേരിടുമ്പോൾ, with critics before us as well, വിമർശകർ നമ്മെ വല്ലാതെ അധിക്ഷേപിക്കുമ്പോൾ, you and I must have deep faith in the living God. ജീവനുള്ള ദൈവത്തിൽ അടിയുറച്ച പതറാത്ത വിശ്വാസം നമുക്കുണ്ടാകണം. Trusting him whatever that comes our way. എന്തൊക്കെ സംഭവിച്ചാലും അവനിൽ തന്നെ ആശ്രയിക്കണം. And that's what, friends, Daniel did really. അത് തന്നെയാണ് ദാനിയേലും സുഹൃത്തുക്കളും ചെയ്തത്. And this is what, friends, you and I must do in our lives, really in our journey of faith from day to day. നമ്മുടെ അനുദിനമുള്ള വിശ്വാസ യാത്രയിലും ഈ തരത്തിലുള്ള ഒരു ജീവിത രീതിയും നിലപാടുമാണ് നാം പ്രദർശിപ്പിക്കേണ്ടത്. We must develop such a deep prayer life and a great journey with God, so much that in spite of all the challenges and the problems, our faith, our trust is in him. ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതിസന്ധികളിലും ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ആഴമായ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം. And that's what, friends, you and I are called to, I believe, in a society where God has placed us in. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ തന്നെയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. That if you and I are going to live to make a difference in this world, ഈ ലോകത്തിൽ ഗുണപരമായ മാറ്റം വരുത്തണമെങ്കിൽ, that in spite of the challenge, you and I, friends, need clarity and competency. വെല്ലുവിളികളെ നേരിടുമ്പോൾ നമുക്ക് ഉത്തമമായ ബോധ്യങ്ങൾ ഉണ്ടാവണം. നാം കാര്യക്ഷമതയുള്ളവരായിരിക്കണം. In the midst of our critics, we need character as well as courage and confidence in the living God. നമ്മുടെ വിമർശകർ നമ്മൾ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സ്വഭാവ ഗുണമുള്ളവരായിരിക്കണം, മനോബലവും നെഞ്ചുറപ്പും ഉള്ളവരായിരിക്കണം, ആത്മവിശ്വാസമുള്ളവരായിരിക്കണം. So that we know at the end of it all, it will be God who will affirm us, who will be there to indeed support us. അവസാനമായി അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ദൈവമാണ് നമ്മളെ ന്യായം വിധിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. And so, friends, faced with a challenge, അതുകൊണ്ട് വെല്ലുവിളികളെ നമുക്ക് നേരിടാം. Daniel and friends excel. എന്നാൽ ദാനിയേലും കൂട്ടരും അതിനു മേലെ ഉയർന്ന് നിൽക്കുന്നതായി നാം കാണുന്നു. Faced with critics, likewise Daniel excel. ദാനിയേലിന്റെ വിമർശകരുടെ വായടപ്പിക്കുന്ന സവിശേഷത ദാനിയേലും കൂട്ടരും കാണിക്കുന്നു. Remember, they were still quite young.
അവർ വളരെ ചെറുപ്പമായിരുന്നുവെന്ന് നാം ഓർക്കണം. Remember, they were aliens in a foreign land. അവരൊരു അന്യദേശത്ത് പരദേശികളായിരുന്നുവെന്ന് നാം മറന്നു പോകരുത്. Remember, they were really a very tiny minority. അവരൊരു ന്യൂനപക്ഷമായിരുന്നുവെന്ന് നാം ഓർക്കണം. And yet, friends, our whole book of Daniel tells us, in spite of this tiny little minority, they make a huge impact in the whole kingdom. അവരെണ്ണത്തിൽ ചെറുതായിരുന്നെങ്കിലും ബാബിലോൺ സാമ്രാജ്യത്തിൽ അവർ സാരമായ മാറ്റം വരുത്തി. And you and I, therefore, must not likewise underestimate ourselves. അതുകൊണ്ട് എണ്ണത്തിൽ ചുരുക്കമാണ് എന്നത് നമ്മളുടെ നിസ്സാരതയുടെ ലക്ഷണമല്ല. This God can do far more than we can ask, imagine, or think. നമുക്ക് ചിന്തിക്കാനും നനയ്ക്കുന്നതിനും കഴിയുന്നതിന് അപ്പുറമായ അത്ഭുതങ്ങൾ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയും. That with God, we're in the majority. ഭൂരിപക്ഷത്തിന്റെ മധ്യത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും. Amen. Amen. We may be small and insignificant, നമ്മൾ എത്ര ചെറിയവരും നിസ്സാരരുമാണെങ്കിലും but we must have faith and trust in the living God. എന്നാൽ ദൈവത്തിൽ നമുക്ക് വിശ്വാസവും ആശ്രയവും ഉണ്ടായിരിക്കണം. Grow in character and in competency, കാര്യപ്രാപ്തിയിലും ധൈര്യത്തിലും നാം മുന്നേറണം. but also grow in increasing courage and confidence in God. ആത്മവിശ്വാസത്തിലും മനോബലത്തിലും നാം വർദ്ധിച്ചു വരണം. So that looking to God, we trust Him to help us, lead, guide, empower us to do all that is needful. അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് കണ്ണുയർത്തി ദൈവത്തിൽ ആശ്രയിച്ച് ധീരതയോടെ മുന്നോട്ട് പോകാം. That in spite of the fact that sometimes when we are a tiny little minority, we can make a huge impact. എണ്ണത്തിൽ ചെറുതാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഗൗരവമായ മാറ്റങ്ങൾ, ചലനങ്ങൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. God did it with Daniel and the three friends. ദൈവം ദാനിയേലിലും കൂട്ടരിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. God can do with every one of us as well. ദൈവത്തിന് നമ്മിലും അതുപോലെയുള്ള വൻകാര്യങ്ങളെ ചെയ്യാൻ കഴിയും. Friends, really, God wants to use every one of us. ദൈവം നമ്മെ എല്ലാവരെയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. And that's what God wants to do in all our hearts and our lives. നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും. So friends, never underestimate ourselves. നമ്മെ നാം നിസ്സാരരായി കാണേണ്ടതില്ല. I come from a small little kampung, very small little village in Malaysia. മലേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. For example, can anything good come up from Nazareth? Because it's so small. ഒരു ചെറിയ പട്ടണമാണെങ്കിലും നസറയത്തിൽ നിന്ന് വലിയ നന്മകൾ വരാം. And so likewise, people say, can anything good come from the small little town Setiawan, unheard of in Malaysia even? മലേഷ്യയിലെ ഏറ്റവും ചെറിയതും നിസ്സാരവുമായിരിക്കുന്ന ഗ്രാമങ്ങളിൽ നിന്ന് പോലും വലിയ നന്മകൾ ദൈവം വരുത്താറുണ്ട്. But God can raise us up, amen. എന്നാൽ ദൈവത്തിന് അവരെ ഉയർത്താനായിട്ട് സാധിക്കും. And that's what God wants to do for all of us. Likewise, അതുതന്നെയാണ് നമ്മിലും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത്. I'm so grateful to God the way God has used me indeed. ദൈവം എന്നെ ഉപയോഗിച്ചതുപോലെ നിങ്ങളെയും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Nobody. ഞാൻ ആരുമല്ല. Coming from a non-Christian background. ഞാൻ ഒരു ക്രിസ്തേതര പാരമ്പര്യത്തിൽ നിന്ന് വരുന്നയാളാണ്. Coming to faith in Christ 48 years ago. 48 വർഷം മുമ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നയാളാണ് ഞാൻ. And God changed my life completely. ദൈവം എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. And used me to be involved in leading His church. എന്നാൽ ഒരു സഭ സ്ഥാപിക്കുന്നതിനും സഭയുടെ വളർച്ചയിലും ദൈവം എന്നെ അതിശയകരമായി ഉപയോഗിച്ചു. And contributing to the nation. രാജ്യത്തിന്റെ വളർച്ചയിലും ദൈവം എന്നെ ഉപയോഗിക്കുന്നു. That several years ago, കുറെ വർഷങ്ങൾക്ക് മുൻപ് the governor conferred upon me a datorship. It is like the Sir, right, in Britain. മലേഷ്യയിലെ ഒരു സിവിലിയൻ പദവിയാണ് ദത്തോഷിപ്പ്. അങ്ങനെ ഒരു വലിയ സിവിലിയൻ ബഹുമതി ഡാനിയൽ ഹോയ്ക്ക് മലേഷ്യൻ ഗവൺമെന്റ് സമ്മാനിച്ചു. I'm truly humbled. ഞാൻ വിനയാന്വിതനാകുന്നു. Because for an ordinary pastor to be conferred, that is most unusual in Malaysia. ഒരു സാധാരണ വൈദികനായിരിക്കുന്ന എനിക്ക് ദത്തോഷിപ്പ് പോലെയുള്ള ഒരു സിവിലിയൻ ബഹുമതി ലഭിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണമല്ല. But friends, God can raise us all up. എന്നാൽ ദൈവത്തിന് നമ്മിൽ വൻകാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. And use every one of us. നമ്മളെ എല്ലാവരെയും ദൈവത്തിന് അതേപോലെ ഉപയോഗിക്കാൻ No കഴിയും. matter how small, how insignificant we are and we feel. നമ്മൾ എത്ര ചെറിയതാണെന്നും എത്ര നിസ്സാരരാണ് എന്ന് നാം ചിന്തിച്ചാലും. And use us to touch the world for Jesus Christ. എന്നാൽ ക്രിസ്തുവിൽ മുറുകെ പിടിക്കുക. And this is my heart's cry and my prayer with you all, my friends. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. That wherever we are, make ourselves available to God. നാം എവിടെയായിരുന്നും ദൈവത്തിന് നമ്മെ തന്നെ ലഭ്യമാക്കുക. Serve God's purpose and His kingdom. ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ ഹിതവും നിവർത്തിക്കുക. Make your life count for God. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ ലഭ്യമാക്കുക, അതിനെ പ്രാധാന്യമുള്ളതായി കാണുക. Be clear to the fact that we are people of God, but also be competent whatever we are. നാം കാര്യപ്രാപ്തിയുള്ളവരും യോഗ്യതയുള്ളവരുമാണ് എന്ന് നാം മറന്നു പോകരുത്. Be a person of character and courage. ധൈര്യമുള്ളവരും സവിശേഷ ഗുണമുള്ളവരുമായിരിക്കണം. Have deep confidence in this living God of the universe. ജീവനുള്ള ദൈവത്തിൽ നമുക്ക് ആഴമായ വിശ്വാസമുണ്ടാവണം. And we step out in faith to trust God to get engaged with society and affairs of the world. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിന്റെ ഭൗതിക വ്യവഹാരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. And pray that God will use us to make a mark and difference in society wherever God has put us in. ദൈവം നമ്മെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മെ ആക്കി വെക്കുന്ന ഇടങ്ങളിൽ ഗുണപരമായ മാറ്റം വരുത്താൻ നമുക്ക് So സാധിക്കും. that never underestimate who you are. അതുകൊണ്ട്
നാം ആരാണ് എന്നത് നിസ്സാരമായി കാണേണ്ടതല്ല. Even a little child. നാം ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും Many times I like to lay hands and pray for little children. കൊച്ചുകുട്ടികളുടെ തലയിൽ കൈവച്ച് പലപ്പോഴും പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. Because you never know who they will become one day. ആ കുട്ടികൾ ആരാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ആവില്ല. They might one day turn out to be the chief minister of Kerala state. ഒരുപക്ഷെങ്കിൽ അവർ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വരെ ആവാം. They might one day turn out to be the prime minister of India. ഒരുപക്ഷെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാം. You and I never know. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും ആവില്ല. So never look down upon people. അതുകൊണ്ട് ആരെയും നിസ്സാരരായി കാണരുത്. Never underestimate ourselves. നാം നമ്മെ നിസ്സാരരായി കാണരുത്. With God we are in the majority. എന്നാൽ ദൈവത്തോടുകൂടെ നാം ഒരു മഹാഭൂരിപക്ഷമാണ്. Trusting in God we can do great and mighty things. ദൈവത്തിൽ ആശ്രയിക്കുക, നമുക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കും. Amen. ആമേൻ. Amen. Amen. Let me pray. നമുക്ക് പ്രാർത്ഥിക്കാം. With our heads bowed and eyes closed, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. I want to firstly extend an invitation for those who have yet to trust Jesus Christ as Lord and Savior. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്തവരെ ഞാൻ ഈ സവിശേഷമായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ താല്പര്യപ്പെടുകയാണ്. If you're not a Christian, not yet a child of God, I want to pray for you. ഒരുപക്ഷെങ്കിൽ നാം ഈ വിശ്വാസത്തിന്റെ ഭാഗമല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But the other thing I want to say is that being born into a Christian family do not automatically make us a Christian. നാം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് നാം പൂർണ്ണമായ അർത്ഥത്തിൽ ക്രിസ്ത്യാനികളാകുന്നില്ല. Every one of us needs to be born again, like what Jesus says to Nicodemus. നാം എല്ലാവരും നിക്കോദിമോസിനെ പോലെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. However great a Christian family you come from, എത്ര വലിയ കുടുംബത്തിൽ നിന്നാണ് നാം വരുന്നതെങ്കിലും, your father may even be an archon. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ പിതാവ് ഒരു വൈദികനാണെങ്കിലും, But friends born into a Christian family do not automatically make us Christians. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നത് നമ്മുടെ പൂർണ്ണതയുടെയോ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള നമ്മുടെ വളർച്ചയുടെയോ തെളിവല്ല. We all need to be born again. നാം എല്ലാവരും വീണ്ടും ജനിക്കണം. Because God only has children and never grandchildren. ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. And so therefore with heads bowed and eyes closed, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ ഇരിക്കാം. if you do not know this living God of the universe, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് you അറിയില്ലെങ്കിൽ, don't have a relationship with him in Jesus Christ. യേശുക്രിസ്തു മുഖാന്തരം ജീവനുള്ള ദൈവത്തോട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ, In others, you're not a Christian. നാം ഒരു ക്രിസ്ത്യാനിയല്ല. I want to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. Father, I pray for every one of us. പിതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. You put us in this world for a purpose. ഒരു പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ നീ ഞങ്ങളെ എല്ലാവരെയും ലോകത്തിൽ ആക്കിയിരിക്കുന്നു. Now that we've all come to know you as Lord and Savior of our lives, നിന്നെ കർത്താവും രക്ഷിതാവുമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. we are so grateful to you, O God. പ്രിയ കർത്താവേ, ഞങ്ങൾ നിന്നോട് ഏറെ നന്ദിയുള്ളവരാണ്. Cannot thank you enough indeed for this new life in the Lord Jesus Christ. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന യേശുക്രിസ്തുവിൽ നൽകിയിരിക്കുന്ന പുതിയ ജീവിതത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. And so Father, I pray you fill every one of us with your power and your spirit again. നിന്റെ ശക്തി കൊണ്ടും നിന്റെ ആത്മാവ് കൊണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കണം. Enable us to live differently in this world. ഈ ലോകത്തിൽ വ്യത്യസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. Enable us to stand strong and faithful and fervent in you. ഞങ്ങൾ ഉത്സാഹമുള്ളവരും വിശ്വസ്തരുമായിരിക്കാൻ നിന്റെ കൃപയിൽ ഞങ്ങളെ സഹായിക്കണം. Give us clarity as to who we are. ഞങ്ങൾ ആരാണ് എന്ന വ്യക്തതയും ഉത്തമ ബോധ്യവും ഞങ്ങൾക്ക് തരണമേ. That we are sons and daughters of the living King. ഞങ്ങൾ ജീവനുള്ള രാജാവിന്റെ മക്കളാണ്. Help every one of us, Father, I pray, wherever you put us, ഞങ്ങൾ എവിടെയായിരുന്നാലും നീ ഞങ്ങളെ എവിടെയാക്കിയിരുന്നാലും നീ തന്നെ ഞങ്ങളെ to സഹായിക്കണം. make a mark and a difference, ഇവിടെ ഈ സമൂഹത്തിൽ ഒരു വ്യക്തമായിരിക്കുന്ന മാറ്റത്തിന് നീ ഞങ്ങളെ ഒരുക്കണമേ. to take a stand where it's needful, so that we do not compromise. ആവശ്യമായിരിക്കുന്ന അവസരങ്ങളിൽ പൊത്തുവരുത്തത്തിന്റെ നല്ല നിലപാടുകളുടെ കൃപ ഞങ്ങൾക്ക് തരണമേ. To be men and women of real character. ഞങ്ങൾ ഉത്തമ ബോധ്യമുള്ള പുരുഷന്മാരും സ്ത്രീകളുമായിരിക്കാൻ ഞങ്ങളെ To സഹായിക്കണമേ. be competent and courageous. ഞങ്ങൾ ധൈര്യമുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരുമായിരിക്കാൻ സഹായിക്കണമേ. But most of all, to have this confidence in you, trusting that you will enable us to fulfill your call upon our lives. എല്ലാത്തിലും ഉപരി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമെന്ന് നിന്നിൽ ആശ്രയിപ്പാനും വിശ്വസിപ്പാനും ഞങ്ങളെ I സഹായിക്കണം. pray, Father, you help everyone here in this Maramo convention to make a difference wherever you put them in. ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഗുണപരമായ മാറ്റത്തിനായി നീ ഒരുക്കണമേ. So that together your kingdom will extend and the name of the Lord Jesus Christ will be glorified. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളെ ഒരുക്കണമേ. In Jesus' wonderful name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. സമർപ്പണത്തിൻ സമയമിതാ